ഇന്ന് നമ്മളിവിടെ കൂടിയിട്ടുള്ളത് നമ്മുടെ സംസ്ഥാന കൃഷി വകുപ്പിന്റെ കർഷക ഗ്രൂപ്പുകൾ, FPOകൾ മുതലായവയ്ക്കെല്ലാം കൃഷി വകുപ്പ് ഏറ്റവും ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾക്ക് കേരളാഗ്ര ബ്രാൻഡിംഗ് നൽകിയിട്ടുണ്ട്. അത്തരം ബ്രാൻഡിംഗ് ലഭിച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങളുടെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഓരോ ഔട്ട്ലെറ്റുകളായിട്ട് കേരളാഗ്ര ബ്രാൻഡഡ് ഷോപ്പുകളായിട്ട് തുടങ്ങാനായിട്ടും ഗവൺമെന്റ് നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ തൃശ്ശൂർ ജില്ലയിലെ ബ്രാൻഡഡ് ഔട്ട്ലെറ്റ് തുടങ്ങുന്നത് നമ്മൾ ചാലക്കുടിയിലാണ്. അപ്പോൾ അതിന്റെ ഉദ്ഘാടനം നാളെയാണ്. ബഹുമാനപ്പെട്ട ചാലക്കുടി MLA ശ്രീ സനീഷ് കുമാർ ജോസഫാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വേണു കണ്ടൽമഠത്തിൽ അവരുടെ അധ്യക്ഷത. ആ യോഗത്തിന്റെ പ്രസിഡന്റാണ് നമ്മളിവിടെ കൂടിയിട്ടുള്ളത്. ഇന്ന് സന്നിഹിതരായിരിക്കുന്നത് നമ്മുടെ ജില്ലാ കൃഷി ഓഫീസിലെ DD ശ്രീ ഹാരി സാറും DD മാർക്കറ്റിംഗ് സാറുമാണ്. കൂടാതെ നമ്മുടെ ഈ FPO ഈ പറയുന്ന ബ്രാൻഡഡ് ഔട്ട്ലെറ്റ് നമ്മൾ നടത്തിപ്പിനായിട്ട് ഏൽപ്പിച്ചിട്ടുള്ളത് നമ്മുടെ ചാലക്കുടിയിൽ പ്രവർത്തിക്കുന്ന അതിരപ്പള്ളി ട്രൈബൽ വാലി ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയെയാണ്. കമ്പനിയുടെ CEO ആണ് സാബിത്തും കൂടെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ട്രൈബൽ വാലിയുടെ പ്രൊഡക്ട്സും അത് അല്ലാതെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് 14 ജില്ലകളിലും ഈ കേരളത്തിലെ ബ്രാൻഡ് ലഭിച്ചിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സും നമ്മളിവിടെ വിൽപ്പനയ്ക്കായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ നമ്മൾ അടുത്ത ജില്ലകളിൽ നിന്നുള്ള പ്രൊഡക്ട്സ് ആണ് കൂടുതലായിട്ടുള്ളത്. കൂടാതെ ട്രൈബൽ വാലിയുടെ എല്ലാ പ്രൊഡക്ട്സും ഉണ്ട്. കേരളത്തിലെ കൂടുതലായിട്ടുള്ള പ്രൊഡക്റ്റ് കൊണ്ടുവരാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കൂടുതൽ എല്ലാ കർഷകരുടെയും ഉൽപ്പന്നങ്ങൾ ഒരു പുറത്തേക്ക് പ്രത്യേകിച്ചും ക്വാളിറ്റി ഉറപ്പിക്കാനാണ് ഈ കേരളാഗ്ര ബ്രാൻഡിങ് ചെയ്യുന്നത്. അത് സർക്കാർ തന്നെ കൃഷി വകുപ്പ് വഴി ജില്ലാ ഓഫീസുകൾ വഴി ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഈ കേരളാഗ്ര ബ്രാൻഡിങ് എന്ന് പറയുന്നത്. അവർ ക്വാളിറ്റി ഉറപ്പാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു നെറ്റ്വർക്ക് ഉണ്ട് എല്ലാ ജില്ലകളിലും ഈ ഉൽപ്പന്നം കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ അതനുസരിച്ചുള്ള ആ നെറ്റ്വർക്കിൽ കൂടെയാണ് നമ്മളിപ്പോൾ ഇതെല്ലാം ഇവിടെ ലഭ്യമാക്കിയിട്ടുള്ളത്. നമുക്കിവിടെ നോക്കിയാൽ അറിയാം, അതിരപ്പള്ളി ട്രൈബൽ വാലിയുടെ സ്പെഷ്യൽ ഉൽപ്പന്നമാണ് മഴമൂളി എന്ന് പറയുന്ന ഒരു ഉൽപ്പന്നം. അത് മഴയുടെ ശബ്ദം ഉണ്ടാക്കുന്ന ഒരു വാദ്യോപകരണമാണ്. നമുക്കിത് ഇവിടെ മാത്രമേ കിട്ടുള്ളൂ. പക്ഷെ ഇതേപോലെ 14 ജില്ലകളിലും ഈ ഷോപ്പുകളിൽ ഈ ഉൽപ്പന്നം ലഭ്യമാക്കുന്ന രീതിയിൽ അപ്പോൾ ഒരു കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിന് കൂടുതൽ ഔട്ട്ലെറ്റ് ഉണ്ടാക്കുക എന്നുള്ള പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ അവരുടെ നാടൻ ഈ പറയുന്ന മുറ പോലെയുള്ള ഉൽപ്പന്നങ്ങളുണ്ട്. പിന്നെ അവരുടെ കുരുമുളക് ഉൾപ്പെടെയുള്ള നമ്മുടെ ഏകദേശം 15ഓളം ഉൽപ്പന്നങ്ങളുണ്ട്. എല്ലാം കേരളാഗ്ര ബ്രാൻഡ് കിട്ടിയില്ല. പിന്നെ നമ്മുടെ ഫാമുകളിൽ നിന്നുള്ള കേരളാഗ്ര ബ്രാൻഡ് കിട്ടിയ ഉൽപ്പന്നങ്ങൾ, ഇതിപ്പോ നമ്മുടെ നെല്ലിയാമ്പതി ഫാമിലെ സ്ക്വാഷ് ഉൽപ്പന്നങ്ങളാണ്. പ്രത്യേകിച്ചും ഈ പാഷൻ ഫ്രൂട്ട് പോലുള്ള സ്ക്വാഷ് അപൂർവമായിട്ടാണ് നമുക്ക് ഫാമുകളിൽ നിന്ന് കിട്ടുന്ന വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഇനമാണ്. അത്തരം ഇനങ്ങളുണ്ട്. ഇത് കൂടാതെ ചില കമ്പനികളുടെ ഡ്രൈ മിക്സുകൾ പോലെയുള്ള ഉൽപ്പന്നങ്ങൾ, അതായത് ഈ ഫുഡ് പൗഡറും അതുപോലെ ബീറ്റ്റൂട്ടിന്റെ പൗഡറും അതുപോലെ തന്നെ മില്ലറ്റ്സ് കൂടി മിക്സ് ചെയ്തിട്ടുള്ള പൗഡറുകൾ, ഇതൊക്കെ നമുക്ക് ഈ ഷോപ്പുകളിൽ ലഭ്യമാണ്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു ഫാർമറുടെ ഉൽപ്പന്നമാണ്. തൃശ്ശൂർ ജില്ലയിൽ നിന്ന് തന്നെ നന്ദനം അഗ്രോപോസ്റ്റ് പറഞ്ഞത് അദ്ദേഹത്തിന് ഇതേപോലെ കേരളാഗ്ര ബ്രാൻഡ് കിട്ടിയിട്ടുള്ളതാണ്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കിയതിന്റെ വ്യത്യാസമാണ്. കോക്കനട്ട് ചിപ്സിൽ ചോക്ലേറ്റ് കോട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ ജംസ് മിഠായിയുടെ പോലത്തെ ഒരു ഉൽപ്പന്നമാണ്. 30 രൂപയായി പാക്കറ്റിന്റെ വിലയായിട്ട് നമ്മൾ ഷോപ്പുകളിൽ കൊടുക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള കർഷകരുടെ തനതായ ഉൽപ്പന്നങ്ങളാണ് കേരളാഗ്ര ബ്രാൻഡിന് ശേഷം നമ്മുടെ ഷോപ്പുകളിൽ ലഭ്യമാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ നമുക്ക് മാക്സിമം ആളുകളിലേക്ക് ഇത് എത്തി ഇതിന്റെ ഉപയോഗം ഗുണം ജനങ്ങളിലേക്ക് എത്തുക. അതുപോലെ തന്നെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ പരമാവധി വിറ്റ് കഴിയാനുള്ള ഒരു ഔട്ട്ലെറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതൊന്ന് ജസ്റ്റ് ജില്ലാ കൃഷി ഓഫീസർക്കാണ് ഇന്ന് ഇവിടെ വരേണ്ടിയിരുന്നത്. അപ്പോൾ അദ്ദേഹം ഡെപ്യൂട്ട് ചെയ്തതാണ്. കൂടാതെ ഈ പദ്ധതിയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു DD കൂടിയാണ്. അപ്പോൾ ഇവിടെ സൂചിപ്പിച്ചു, ഇത് പിന്നെ കേരളത്തിന്റെ കർഷകർക്ക് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ കൃഷി വകുപ്പിന്റെ പ്രവർത്തനം അധിഷ്ഠിതത്തിൽ നിന്ന് മാറി വിളയിടാധിഷ്ഠിത രീതിയിലേക്ക്, അല്ലെങ്കിൽ ഫാം പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കൃഷി രീതിയാണ് ഇപ്പോൾ കൃഷി വകുപ്പ് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ രൂപീകരിച്ചിട്ടുള്ള ഫാം പ്ലാനുകളുടെ കീഴിൽ ഫാം പ്ലാൻ ഗുണഭോക്താക്കളുടെ കീഴിലെല്ലാം FPOകൾ രൂപീകരിച്ചിട്ടുണ്ട്. ഫാമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷൻസ് രൂപീകരിച്ചിട്ടുണ്ട്. അതിന് പുറമെ കൃഷി വകുപ്പിന്റെ പ്രത്യേക സഹായത്തോടു കൂടി, SFSയുടെ സഹായത്തോടു കൂടി പ്രവർത്തിക്കുന്ന 6 ഫാമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷൻസും നമ്മളുടെ തൃശ്ശൂർ ജില്ലയിൽ പ്രവർത്തിച്ചു വരും. അപ്പൊ ഇവർക്കെല്ലാം കേരളാഗ്രോ എന്ന് പറയുന്ന ഗവൺമെന്റ് ഒരു ബ്രാൻഡിങ് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഈ ബ്രാൻഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ചില അണിയറ പ്രവർത്തനങ്ങൾ, അതായത് ഇവരുടെ പ്രോഡക്ട്സ് ഇതിന്റെ ക്വാളിറ്റി സ്പെസിഫൈ ചെയ്തുകൊണ്ട് ഇതിന് അപ്രൂവൽ കൊടുക്കുന്ന ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ട് ആണ് ഇവർക്ക് ഈ കേരള അഗ്രോ ബ്രാൻഡ് എന്നുള്ള ഈ ബ്രാൻഡിങ് കൊടുക്കുന്നത്.
അപ്പൊ ഈ ലോഗോ വെച്ചുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ, ഇങ്ങനത്തെ ലോഗോ കൊടുത്തിട്ടുള്ള സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് ഈ ലോഗോ ഉപയോഗിച്ചുകൊണ്ട് കേരള ഗ്രോ ബ്രാൻഡായിട്ട് നമുക്ക് വിൽപ്പന നടത്തുവാനായിട്ട് സാധിക്കും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്ഥലത്തുടനീളം ഓരോ ജില്ലയിൽ ഒരെണ്ണം എന്നുള്ള രീതിയിൽ കേരള ഗ്രോ ഷോപ്പുകൾ, അത് ഒരു നല്ല രീതിയിലുള്ള ഒരു പിന്നെ ഒരു പോഷിൽ സ്ഥാപനങ്ങളൊക്കെ നടത്തുന്ന എക്സ്ക്ലൂസീവ് ഷോപ്പുമായി ഉദ്ദേശിക്കും. അത് പിന്നെ ഇപ്പോ ഇത് ഏറ്റെടുത്ത് നടത്തിയതിനു വേണ്ടിയിട്ട് നിർദ്ദേശിച്ചിട്ടുള്ളത് നമ്മളുടെ തന്നെ ജില്ലയിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും നടപ്പിലാക്കാൻ സാധിക്കുകയാണെങ്കിൽ അവരെയാണ് ബലപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മളിവിടെ തെരഞ്ഞെടുത്തിട്ടുള്ളത് അതിരപ്പള്ളി, തൃശ്ശൂർ ജില്ലയിൽ തെരഞ്ഞെടുത്തുള്ളത് അതിരപ്പള്ളി ട്രൈബൽ വാലി പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടുള്ള ഫാമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനിയാണ്. അപ്പോൾ അതിന്റെ CEO ഇവിടെ ഉണ്ട്. അതുപോലെ അത് പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ വെറ്റിലപ്പാറ ആദിവാസി മേഖലയിലാണ്. അവരുടെ പ്രവർത്തനങ്ങൾ തന്നെ ഒരു പിന്നെ ആദിവാസി ഉന്നമനം എന്നുള്ളത് ഉദ്ദേശിച്ചുകൊണ്ടിട്ടുള്ള ഒരു പ്രവർത്തന രീതിയാണ്. അപ്പോൾ അവിടെ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങളും ഇവിടെ പ്രാധാന്യത്തോടു കൂടി ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അതിനു പുറമെ സംസ്ഥാനത്ത് വിവിധ ഇതേപോലെയുള്ള കേരള ഗ്രോ ബ്രാൻഡ് കിട്ടിയിട്ടുള്ള ഷോപ്പുകളെയും പ്രോഡക്ട്സുകളെയും നമ്മൾ ഇവിടേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ശ്രമം നടത്തി. ആ രീതിയിൽ സമീപ ജില്ലകളിൽ നിന്നുള്ളതും അതേപോലെ നമ്മുടെ തന്നെ ഫാമുകളിൽ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള പിന്നെ കേരള ഗ്രോ ബ്രാൻഡ് ഉൽപ്പന്നങ്ങളെല്ലാം നമ്മളിവിടെ നാളെ മുതൽ വിപണനത്തിനായിട്ട് പിന്നെ പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നാളെ 11:30 മണിക്ക് ബഹുമാനപ്പെട്ട MLA ശ്രീ സനീഷ് കുമാർ ജോസഫ് അവர்களാണ് ചെയ്യുന്നത്. ശ്രീ വേണുകണ്ഠാരിമഠത്തിൽ നമ്മുടെ ബ്ലോക്ക് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിലുള്ള ഒരു യോഗമായിരിക്കും ഇങ്ങനെ നടത്തുന്നത്. അത് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ മീറ്റിംഗ് ഹാളിൽ വെച്ചിട്ടാണ് ഫംഗ്ഷൻ നടക്കുന്നതെന്നുണ്ടെങ്കിലും ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഷോപ്പിംഗ് കോംപ്ലക്സിലെ പുറത്തെ 2 റൂമുകളാണ് ഇതിനുവേണ്ടി സജ്ജീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിരപ്പള്ളി ട്രൈബൽ വാലി കമ്പനി ആണ് ഇതിന്റെ ചുക്കാൻ പിടിക്കുന്നത്. എന്നിരുന്നാലും നമുക്ക് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സാധനങ്ങൾ നമുക്ക് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ യുണീക്ക് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആയിരിക്കും ഇവിടെ കിട്ടുക. ഈ പ്രോഡക്ട്സ് ചിലപ്പോൾ നമുക്ക് മറ്റുള്ള സ്ഥലങ്ങളിൽ കിട്ടില്ല. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അപ്പോൾ അതിരപ്പള്ളി ട്രൈബൽ വാലി പ്രത്യേകിച്ച് ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ഇതാണ്. കാരണം വെച്ചാൽ ആദിവാസി കോളനികളിൽ അധിഷ്ഠിതപ്പെടുത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് അവരവിടെ ചെയ്യുന്നത്. 3 രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അവരവിടെ കർഷകരുടെ ഉന്നമനത്തിനായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. പിന്നെ അതുകൂടാതെ അവരുടെ വിള ഏരിയ കൂട്ടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അതിന്റെ സംഭരണവും അവർക്ക് പിന്നെ വില കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. മൂന്നാമത്തെ ഘടകമാണ് ഈ വിപണനത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഘട്ടമാണ് ഇത്. കൂടാതെ അവരിപ്പോ ഇന്റർനാഷണൽ ട്രേഡ് ഫെയറിൽ പങ്കെടുക്കാൻ വേണ്ടി ഡൽഹിയിൽ പോയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന്റെ നോഡൽ ഓഫീസറും ADയും ഒന്നും ഇപ്പൊ ഇവിടെ ഹാജരില്ല. കാരണം അവരെല്ലാം ഇപ്പോൾ ഇന്റർനാഷണൽ ട്രേഡ് ഫെയർ അവിടെ നടക്കുകയാണ്. 14 മുതൽ 28 തീയതി വരെ ഡൽഹിയിൽ ആ മേള നടക്കുന്നുണ്ട്. അവരെല്ലാം അവിടെയാണ്. പക്ഷെ നമുക്ക് ഇത് പെട്ടെന്ന് ഉദ്ഘാടനം ചെയ്യണം എന്നുള്ള 2 കൂടി ക്ലാഷ് വന്നുകൊണ്ടാണ് അവരവിടെ ആയിപ്പോയത്. ഏതായിരുന്നാലും ഇതിന് പിന്നെ പരമാവധി ഇത് കേരള ഗ്രോ ബ്രാൻഡുകൾ കർഷകർക്ക് എത്തിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അതിന് പരമാവധി നിങ്ങളുടെ ഭാഗത്തുള്ള സഹകരണങ്ങൾ ഉണ്ടാവണം. പരമാവധി പബ്ലിസിറ്റി കൊടുക്കണം. ഇത് ഈ ഉൽപ്പന്നം അല്ലെങ്കിൽ ഈ ഷോപ്പ് കൂടെ ആരംഭിക്കുന്നതും ഇതുമായി പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇതുമായി സഹകരിക്കുന്നതിന് വേണ്ടി എല്ലാവർക്കും ഒരു റീച്ച് എത്തണം എന്നുള്ളത് കൂടിയാണ് നമ്മൾ ഈ ഒരു മീറ്റിംഗ് വിളിച്ചിട്ട് വേറൊരു ഉദ്ദേശം. അത്രയാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് കൂടുതൽ CEO ഞാൻ അത് ഇൻട്രസ്റ്റിലാണ്. കാരണം കൃഷി വകുപ്പ് മന്ത്രി സുനിൽകുമാർ അവരുള്ളപ്പോഴാണ്, നമ്മുടെ മുൻ MLA കൂടി ഉള്ളപ്പോഴാണ് ഇതിന്റെ തറക്കല്ലിടൽ സംവിധാനം നടന്നത്. അന്ന് ഞാനുണ്ട്. അതിനുശേഷം പല ഘട്ടങ്ങളിലായിട്ട് ഈ വന്ന ഗവൺമെന്റും തന്നെ ഇപ്പോഴത്തെ പുതിയ ഗവൺമെന്റും അതിന് പ്രോത്സാഹനം കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നുണ്ട്. ഇതിപ്പോ ADA തുടങ്ങിയുള്ള ആളുകൾ അതിന്റെ അന്താരാഷ്ട്ര ലെവലിലുള്ള വിപണനം ഡൽഹിയിൽ നടക്കുന്നതുകൊണ്ടാണ് ഇത് പെൻഡിങ് ആയത്. ഇവരെല്ലാവരും പെട്ടെന്ന് വന്നവരാണ്. അതുകൊണ്ട് ഇത്തിരി മുന്നായിട്ടുള്ള പരിചയമുള്ള ഒരാൾ ഞാനായതുകൊണ്ടാണ് പത്രസമ്മേളനം വൈകിയത്. അല്ലെങ്കിൽ അത് ഇന്നലെ തന്നെ നടന്നു പോയേനെ. അപ്പൊ അതുകൊണ്ട് മാധ്യമങ്ങള് നമ്മുടെ ചാലക്കുടിയിൽ, നമ്മുടെ അതിരപ്പള്ളി മേഖലയിലുള്ള നമ്മുടെ ഉൽപ്പന്നത്തിനെ അന്താരാഷ്ട്ര വിപണിയിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. അതേപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഞാനിത് എയർപോർട്ടിൽ തന്നെ ഒരു
നമ്മുടെ ഒരു ഷോപ്പ് തുടങ്ങണം എന്ന് തന്നെയാണ്. അപ്പോൾ അതിന് വലിയ ബുദ്ധിമുട്ടുണ്ടാവും എന്നാണ് ഇവർ പറയുന്നത്. നമ്മൾ അങ്ങനെയല്ല, MP ഒക്കെ ആയിട്ട് ഉൾപ്പെട്ട് പറഞ്ഞിട്ട് ഇത് എവിടെയും ഒരു സൈഡിൽ അവരുടെ ഉൽപ്പന്നങ്ങൾ വരുന്ന ഒരു ലാൻഡിങ്ങിനൊക്കെ വരുന്ന സമയത്ത് ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. വിൽക്കാനുള്ള സംവിധാനം ഉണ്ടാകണം. അത് അന്താരാഷ്ട്ര മാർക്കറ്റ് നെടുമ്പാശ്ശേരി തുടങ്ങണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അത് മാധ്യമങ്ങളും സഹായിക്കണം. കേരളാഗ്രോ ബ്രാൻഡ് കാര്യം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. കേരളാഗ്രോ ബ്രാൻഡിങ് നമ്മൾ ഇത് ഓൺലൈൻ ബ്രാൻഡിങ് നടക്കുന്നുണ്ട്. ഇവരുടെ പ്രോഡക്ട്സിന് തന്നെ അവർക്ക് അവരുടേതായ ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതിന് പുറമെ നമ്മൾ ഓൺലൈൻ ബോർഡിങ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സംസ്ഥാനത്ത് കേരളാഗ്രോ ബ്രാൻഡഡ് ആയിട്ടുള്ള എല്ലാ പ്രോഡക്ട്സും നമുക്ക് ഓൺലൈനിൽ ലഭ്യമാണ്. അത് ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലുള്ള മാധ്യമങ്ങളിലൂടെ നമുക്ക് പിന്നെ ലോകത്തെമ്പാടും ഇത് വിതരണം ചെയ്യാനുള്ള സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കി. ഇത് പിന്നെ അതിരപ്പള്ളിയുടെ ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രോഡക്ട്സ് ലിസ്റ്റ് ഉണ്ട്. അതിപ്പോ എല്ലാം വായിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മാതിരി പ്രധാനപ്പെട്ടത് ഇവരുടെ ജൈവികമായിട്ടാണ്. നിങ്ങൾക്ക് അറിയാലോ, അതിരപ്പള്ളി കാടിന്റെ ഉള്ളിൽ നടത്തുന്ന പിന്നെ കൾട്ടിവേഷൻ ആണ്. അപ്പൊ അവിടെ വേറെ മറ്റു രീതിയിലുള്ള യാതൊരു തരത്തിലുള്ള പൊല്യൂഷൻ അതെ അല്ലല്ല, അതിന്റെ ഒരു യുണീക്നെസ് പറയാൻ വേണ്ടി പറഞ്ഞു മാത്രം. അവരുടെ പ്രോഡക്റ്റ് ആണ് ഇവിടെ നമുക്ക് 12 എണ്ണത്തിന് കേരളാഗ്രോ ബ്രാൻഡ് കിട്ടിയിട്ടുണ്ട്. അതില് എല്ലാതുണ്ട്. കാപ്പി ഉണ്ട്, കുടംപുളി ഉണ്ട്, മഞ്ഞളുണ്ട്, പിന്നെ കുരുമുളക് ഉണ്ട്, കാട്ടുകൂവ ഉണ്ട്, തേനുണ്ട്. അതൊരു പ്രധാന ഉൽപ്പന്നമാണ്. കോഫി ബീന്, കോഫി പൗഡർ ഒരു പ്രധാന ഉൽപ്പന്നമാണ്. സീസണിലേക്ക് അവരുടെ പിന്നെ ഇതിന്റെ അരികൾ ഉണ്ടാവുന്നുണ്ട്. മഞ്ഞൾക്കൂവ അല്ലല്ല, സാധാ മറ്റേ തവളക്കുഴിപ്പാറയിലുള്ള കൃഷിയുടെ ബ്ലാക്ക് പെപ്പർ, പെപ്പർ പൗഡർ, പിന്നെ ടർമറിക് പൗഡർ, കോഫി പൗഡർ. കാര്യായിട്ട് ഡ്രൈ മിക്സ് എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂരുള്ളതാണ്. അത് പുത്തൂര് മരോട്ടിച്ചാല് ഭാഗത്തുള്ളതാണ് കാര്യമായിട്ട് ഫുഡ്സ് എന്ന് പറഞ്ഞിട്ട്. സ്ക്വാഷ് ഉള്ളത് ഇത് നമ്മളുടെ നെല്ലിയാമ്പതി ഫാമിലാണ്. ഇത് പാഷൻ ഫ്രൂട്ടിന്റെ ആണ്. ഇതുപോലെ പലതരത്തിലുള്ള ഇതിലേ തുടങ്ങി വെച്ചപ്പോ ഉൽപ്പന്നം വന്നു കഴിഞ്ഞു. ഫാക്ടറിയാണ് തുടങ്ങിയിട്ടുണ്ട് അതിരപ്പള്ളിയിൽ, തുമ്പുറമൊഴിയിൽ. ആ ഫാക്ടറിയിൽ അതിരപ്പള്ളിയുടെ ബ്രാൻഡായിട്ട് ഏറ്റവും കൂടുതൽ വരുന്നത് നമ്മുടെ പട്ടികവർഗ സൊസൈറ്റിയുടെ കുറേ കാർഡുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ ഉൽപ്പന്നങ്ങൾ സാധാരണയിൽ ലേലം ചെയ്യാറ് പതിവ്. അതിപ്പോൾ ഈ കമ്പനി അത് എടുക്കുകയാണ്. നമ്മൾ പറക്കി വെച്ചിട്ട് തൊഴിലാളികളെ കൊണ്ട് പറക്കി വെച്ചതിന് ശേഷം ഏകദേശം ഇപ്പോൾ 10-15 ലക്ഷം രൂപയുടെ സാധനങ്ങൾ വാങ്ങിച്ചു.